തീവ്രമായ തീക്ഷ്ണമായ ഇടതുപക്ഷ ആശയങ്ങൾ ഹൃദയത്തിലേറ്റി നടന്ന ആളുകൾ അവരാ ഫ്രെയിമിൽ മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും അല്ലേ ഒരു കാര്യം വന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു ചന്ദ്രചൂഡൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഒരു അവാർഡ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഓർത്തു വയ്ക്കാൻ പറ്റുന്ന പ്രമുഖരുടെ നിരയിലാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് അവരെല്ലാം പോയത്. അവരെയൊന്നും നമുക്ക് മനസ്സിൽ നിന്ന് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയത്തോട് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അല്ലേ. നമ്മൾ ചിലപ്പോൾ അവർ പറഞ്ഞതിനെതിരായി നമ്മൾ പറഞ്ഞു കാണാം. പക്ഷേ അവർക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഇപ്പോൾ ഏർപ്പെടുത്തിയപ്പോൾ ഈ വർഷം നൽകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശ്രീ ജി സുധാകരൻ സാറിനാണ്. ഒരു അവാർഡ് എപ്പോഴാണ് ധന്യമാകുന്നത്? അത് കൃത്യമായ കൈകളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ അവാർഡിന് പ്രസക്തി കൂടും. അദ്ദേഹത്തിന് കൊടുക്കുന്നതുകൊണ്ട് എന്നോട് ഷിബു എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് കൊച്ചിയിൽ പരിപാടിയാണ്. ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. കാരണം നമ്മൾ അത്രയും നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിക്കപ്പെടുകയാണ്. ഞാൻ കൂടി ആദരിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എനിക്ക് അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ മുതൽ അറിയാം. വളരെ അടുത്ത് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രെയിമിൻ്റെ അകത്ത് നിന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതിൻ്റെ അപ്പുറത്തേക്കും അതിൻ്റെ മറുവശത്തേക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത, ഒരിക്കലും തൻ്റെ ആശയങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. ഞാനൊരു MLA എന്നുള്ള നിലയിൽ എനിക്കത് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എൻ്റെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ എൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ MLA എന്നുള്ള ഒരു അനുഭവത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിട്ടില്ല. നീതിമാനായ പൊതുമരാമത്ത് മന്ത്രി. അദ്ദേഹം ഭരണകക്ഷിക്ക് മാത്രമല്ല കൊടുക്കുന്നത്. 1000 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അലോട്ട്മെന്റ് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല, വേറെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിലും കണ്ടിട്ടില്ല. കിട്ടിയാൽ അത് 140 MLA-മാർക്ക് ഈക്വലായി കൊടുക്കും. അങ്ങനെ ഒരാളെ ചെയ്തിട്ടുള്ളൂ കേരളത്തിൽ, അത് അദ്ദേഹം ഈക്വലായി. ഞാൻ വിസ്മയിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു 10, 200, 250 കോടിയൊക്കെ ഒരു പ്രതിപക്ഷത്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പ്രതിപക്ഷത്തിലെ കുഴപ്പക്കാർക്കൊക്കെ കൊടുത്ത് ബാക്കി മുഴുവൻ ഒരു 75% ഇപ്പുറത്തേക്ക് എടുക്കുന്ന ഒരു പണിയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതല്ല, അതെല്ലാം കറക്റ്റായിട്ട് അതിനകത്തൊന്നും ഒരാൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും പറ്റില്ലല്ലോ. അതെന്താ അങ്ങനെ ചെയ്തത്, പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് എന്താ തുല്യമായിട്ട് ചെയ്തതെന്നും ചെന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം എന്നുള്ള ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നുമില്ല, ഇപ്പോഴുമില്ല. അതൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് എടുത്താവുന്നുള്ളൂ. അദ്ദേഹം നീതിപൂർവമായ തീരുമാനം എടുത്തത്. എനിക്ക് അതുപോലെ അദ്ദേഹം സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്ക് പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ ഞാൻ ഒരു കമ്പാരിറ്റീവ്ലി ജൂനിയർ MLA ആണ്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഒരിക്കലും അത് ചെയ്യരുത്, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കരുത്. ആ ബാങ്ക് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരു സാമ്പത്തിക ക്രമക്കേടുമില്ലാത്ത സ്ഥാപനമാണ്, നല്ല ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞു അങ്ങ് തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കണ്ട, അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് തീരുമാനം എടുത്തായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു താങ്കളെ പോലുള്ളൊരു MLA വന്ന് എൻ്റെ മുമ്പിൽ വന്നത് വളരെ ഇതോടുകൂടി ആ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ മുഴുവനുണ്ട്, എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കണക്കും വെച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഇനി അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആ ഫയൽ വാങ്ങിച്ച് ഒരു തീരുമാനവും തെറ്റായ ഒരു തീരുമാനവും ഈ ബാങ്കിൻ്റെ മീതെ എടുക്കരുതെന്ന് പറഞ്ഞു. അത് കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിനാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ എത്ര പേരോട് ചോദിക്കണം, എത്ര പേരോട് അന്വേഷിക്കണം, എത്ര പേരോട് പറയണം, വരട്ടെ പിടിക്കട്ടെ പോവാന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് സത്യസന്ധമാണെന്നും നീതിപൂർവമാണെന്നും ശരിയായൊരു കാര്യമാണ് ഒരു MLA-യുടെ ഒരു പ്രതിപക്ഷ MLA വന്നൊരു മന്ത്രിയുടെ മുമ്പിൽ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ നമ്മളൊന്നും അത്രയും ഒരു വലിയ സീനിയർ MLA ഒന്നുമല്ല, ജൂനിയർ. തീരുമാനം എന്നെ വിസ്മയിപ്പിച്ചു. ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് തരുന്നത്, കാര്യം മനസ്സിലാക്കി എടുക്കുന്ന തീരുമാനം.